ഹായ് ദേവ. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഞാൻ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമോ ഓഡിബിൾ ആണെന്നുള്ളത്? അമ്മ ഓഡിബിൾ, പ്രോപ്പർലി ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, ദെൻ വി വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഹിബ യെസ്, ക്ലിയർ ആണല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ എടുത്ത ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ചെറിയ റീക്യാപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇ ഗവേണൻസ് എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇ ഗവേണൻസ് ഏതെല്ലാം ഡിഫറെൻറ്റ് ഫീൽഡിലാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺ, അതുപോലെ തന്നെ ഗവൺമെൻറ് ടു ബിസിനസ്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് ടു എംപ്ലോയീസ്, ഈ 4 ഏരിയാസിലും എങ്ങനെയാണ് ഈ ഗവേണൻസ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, അപ്പം എങ്ങനെയാണ് ഇത് ഗവേണൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനിൽ നിന്നും ഡെഫിനറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ബേസിക് ആയിട്ടുള്ള ജനറൽ ക്ലാസ് അല്ല അവിടുന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന്. ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ വരും. ഓക്കെ, ഓരോന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ അത്രയും ഡെപ്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തത്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു സെഷൻ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ കാരണം ഗവേണൻസിൽ വരാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് എന്താണ് എന്നുള്ള ഈ ഒരു ഏരിയയിലാണ് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ഡിസ്കഷൻ കൊണ്ടുചെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗവേണൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സർവീസിൻ്റെ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് കൂടും. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം, ഗവൺമെൻറ് സർവീസസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പം നമുക്കുള്ളൊരു സിസ്റ്റമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് വരുന്ന സമയത്ത് ഫണ്ടുകൾ, എന്തെങ്കിലും പെൻഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കറണ്ട് സിനാരിയോയിൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് അത് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരുന്ന സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ അത് ഒരുപാട് ഡിലേ ആണ്, ഒരുപാട് ആൾക്കാർ അതിൽ ഇൻവോൾവ് ആവണം. ഇപ്പോൾ അങ്ങനെയല്ല, പെൻഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമുക്കത് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, പൈസയായിട്ട് കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ GPay പോലെ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് UPI ട്രാൻസാക്ഷൻസ് ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി വരുന്നുണ്ട്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്ത് വരുന്നില്ല, ലീക്കേജ് വരുന്നില്ല. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എത്ര പേർക്ക് ഈ മാസം പെൻഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി, എത്ര ആളുടെ അക്കൗണ്ടിലേക്ക്. ഇപ്പോൾ കേരളത്തിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് 1600 രൂപയാണ്, ഓൾഡ് ഏജ് പെൻഷൻ. ഈ 1600 രൂപ എത്ര പേരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് ആ ഒരു ഇൻഫർമേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പണ്ട് നമുക്ക് എല്ലാം എഴുതി വെക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബ്യൂറോക്രസിക്ക് തോന്നുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കും, അല്ലാത്ത ആളുകളിലേക്ക് പലപ്പോഴും പെൻഷൻ എത്താറില്ല. പലപ്പോഴും പെൻഷൻ 2-3 മാസമൊക്കെ ഡിലേ ആവുന്ന സിനാരിയോ, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പം മാറി. കൃത്യമായിട്ട് ആർക്കൊക്കെ പെൻഷൻ കിട്ടിയിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം കറൻ്റ്ലി ഉള്ളൊരു സിനാരിയോ ആണ് RTI എന്ന് പറയുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഏതൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, RTI ആപ്ലിക്കേഷൻസിലൂടെ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുന്നത് ഡിജിറ്റൽ റെക്കോർഡ്സിൻ്റെ കടന്നുവരവോട് കൂടിയിട്ടാണ്. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതായിരുന്നു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള സർവീസസ്. അപ്പോൾ ഡെഫിനറ്റ്ലി രണ്ട് പേർക്കും, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ജനങ്ങൾക്കായാലും രണ്ട് പേർക്കും ഈ ഒരു ഇ ഗവേണൻസ് എന്ന് പറയുന്നത് കുറേ കൂടെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം പല സർവീസസും നമ്മൾ നേരിട്ട് ഗവൺമെൻറ് ഓഫീസിലേക്ക് പോവാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യുന്നത്, ലാൻഡ് ടാക്സ് പേ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസിനും. അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല,
ഒരുപാട് ബേർഡൻ വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഓഫീസിലേക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്കോ ഒന്നും ടാക്സ് അടയ്ക്കാൻ വേണ്ടി പോകേണ്ടതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് മാറുന്നതോട് കൂടിയിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ടാസ്ക് കുറയും. അവരെന്ത് ചെയ്യേണ്ടതില്ല, ഈ പണം കളക്ട് ചെയ്യുകയോ അതിൻ്റെ റെസീറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇത് കിട്ടിയെന്നത് ബോധിപ്പിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ഓൺലൈനായിട്ട് എന്ത് ചെയ്തോളും, നടന്നോളും. അപ്പം അവരുടെ ടാസ്ക്, അവരുടെ ബേർഡൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് എംപ്ലോയീസിനും ഇതെന്താണ്, ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സിറ്റിസൺ സെൻട്രിക് ആയിട്ട് ഒരുപാട് സർവീസസ് ഇങ്ങനെ പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സർവീസസ് ഒക്കെ ഈ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും സിംഗിൾ വിൻഡോ സിസ്റ്റംസ് അല്ലെങ്കിൽ ആക്സസ്, അതായത് ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സർട്ടിഫിക്കറ്റിൻ്റെത്, അതുപോലെ തന്നെ ഏതെങ്കിലും സ്കീമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുപാട് സർവീസസ് ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഉമംഗ് ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതും എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും നിങ്ങളെ ചൂഷണം ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വില്ലേജ് ഓഫീസിലേക്ക് പോയിട്ട് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നേരിട്ട് വില്ലേജ് ഓഫീസർ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ ആ വില്ലേജ് ഓഫീസർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കൈക്കൂലി ആവശ്യപ്പെടാം. ഓക്കെ, ബ്രൈബ് ആവശ്യപ്പെടാം. അപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ഫൈനാൻഷ്യൽ ലോസ് വരുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്ന ആൾക്ക് എക്സ്ട്രാ ഫൈനാൻഷ്യൽ ലോസ് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡിജിറ്റൽ ആവുന്ന സമയത്ത് നമ്മൾ റെക്കോർഡുകൾ അപ്ലോഡ് ചെയ്യും. ഈ വില്ലേജ് ഓഫീസർക്ക് ഒരിക്കലും ഈ ക്ലയൻറ്റിനെ ആരാണോ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് അയാളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം ഇയാൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാണെങ്കിൽ അപ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അതോട് കൂടിയിട്ട് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരാത്തത് കൊണ്ട് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിൻ്റെ അണ്ടറിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ ഗവേണൻസ് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകളെ നമുക്ക് ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, പുവർ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെൻഷൻ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ നിയർ ബൈ ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രമേ ആ സേവനം കിട്ടുള്ളൂ. പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത ഒരു സ്ഥലത്തുള്ള ആൾക്ക് ഈ പറയുന്ന പോലെ പെൻഷൻ എത്തിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വരുന്നതോട് കൂടിയിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന സബ്സിഡീസ്, പെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളെ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. ഫണ്ടുകൾ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ്. അതിനെയാണ് നമ്മൾ DBT അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ പറയുന്ന ആൾ എത്ര അകലെയാണെങ്കിലും അയാൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇയാളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകളുടെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ആളുകളെ, വിവിധ ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ പെടുന്ന ആളുകളെ നമുക്ക് ഗവൺമെൻറ് സ്കീമിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന ഈ ഗവേണൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻക്ലൂസീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഒന്ന്, കോമൺ സർവീസ് സെൻറ്റേഴ്സ്. ഓക്കെ, CSC എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡിജിറ്റൽ പെനട്രേഷൻ കൂട്ടാനാണ്. ഡിജിറ്റൽ പെനട്രേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക. അതിനെയാണ് ഡിജിറ്റൽ പെനട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിൽ 20% ആൾക്കാർ മാത്രമാണ് ഡിജിറ്റൽ ടെക്നോളജി ഉള്ളത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്, ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് എന്ന് വിചാരിക്കാം. ബാക്കി 80% ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിന് ഇനി നേരിട്ട് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളിലേക്ക് അയക്കാൻ പറ്റില്ല. 20% ആൾക്കാരിലേക്ക് മാത്രമേ അത് അയക്കാൻ പറ്റൂ. ബാക്കി 80% ആൾക്കാർക്കും പോസ്റ്റ് ഓഫീസിലൂടെയോ പോസ്റ്റ്മാൻ വഴിയോ മാത്രമേ ഇപ്പോഴും ഫണ്ട് അയക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 100% 100% ആൾക്കാരെയും നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം, ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻക്ലൂസീവ്നെസ്സിലേക്ക് കൊണ്ടുവരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ആൾക്കാരും ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യണം. ഓക്കെ, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അവർ പ്രോപ്പറായിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ ആപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന നോളജ് ഉള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 100% ആൾക്കാർക്കും ഡിജിറ്റൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് അവരിലേക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, എമൗണ്ട് അയക്കാം. അപ്പോൾ പോസ്റ്റ് ഓഫീസിലൂടെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലായിട്ട് ക്യാഷ് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ട് നമുക്കുള്ള അറിവിനെയാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യയിൽ നമുക്കുള്ള സാക്ഷരത, അതാണ് ഡിജിറ്റൽ ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100% ഡിജിറ്റൽ ലിറ്ററസി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ 100% ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഗവേണൻസ് 100% സക്സസ്ഫുൾ ആവുള്ളൂ. ഡിജിറ്റൽ ലിറ്ററസി കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ഗവേണൻസ് ഫെയിലിയർ ആവും. ഓക്കെ, ഈ ഗവേണൻസ് ഫെയിൽ ആവും. എങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി കുറവാണ് എന്നുണ്ടെങ്കിൽ. അതുപോലെ മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ 100 പേരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ആൾക്കാരുണ്ട്. ഈ 100 ആൾക്കാരിൽ നേരത്തെ പോലെ തന്നെ 20 ആൾക്കാർക്ക് മാത്രമേ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ടെക്നോളജി ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കണം. രണ്ടാമതായിക്കൊണ്ട് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ഓർ എ ലാപ്ടോപ്പ്. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു മിനിമം എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ, ഒരു 10-15,000 രൂപ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പറയുന്ന ഡിജിറ്റൽ ടെക്നോളജീസ്, ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് അവർക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ഒരിക്കലും ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് വഴിയുള്ള ബെനിഫിറ്റ് അവർക്ക് എടുക്കാനോ സാധിക്കുകയില്ല. അപ്പം ഈ പറയുന്ന 20 പേരെ സംബന്ധിച്ചിട്ട് എന്താണ്, അവർക്ക് എല്ലാതരം ഡിജിറ്റൽ ആക്സസ്സും ഉണ്ട്. ഓക്കെ, ഡിജിറ്റൽ ആക്സസ്സും അവർക്കുണ്ട്. എന്നാൽ ബാക്കിയുള്ള 80% ആൾക്കാർ അല്ലെങ്കിൽ 80 ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഡിജിറ്റൽ ആക്സസ് ഇല്ല. ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത ഒരു 80 ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളത് ഇവിടെ എന്താണ്, യെസ് ഇവർക്കുണ്ട്, ഇവർക്ക് നോ, ഇവർക്ക് ഇല്ല. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഈ ഒരു അന്തരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്, ഡിജിറ്റൽ ഡിവൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൊരു മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ. ഓരോ ഗവൺമെൻറ് സ്കീംസും സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അടുത്തതാണ് ബെറ്റർ പോളിസി മേക്കിംഗ്. ഓക്കെ, ബെറ്റർ പോളിസി മേക്കിംഗ്. കുറേ കൂടെ നല്ല രൂപത്തിൽ നമുക്ക് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സ്കീമുകൾ ഉണ്ടാക്കാം. ഓക്കെ, അതായത് റിയൽ ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് കിട്ടും, ജനങ്ങളുടെ റിവ്യൂ കിട്ടും. ആ റിവ്യൂവിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സ്കീമുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സ്കീമുകൾ കുറേ കൂടെ ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്കീമുകൾ നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ബെറ്റർ പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത്. റിയൽ ടൈമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, റിയൽ ടൈമായിട്ട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് എവിഡൻസ്, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗവേണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമ്മൾ പെൻഷൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു 1600 രൂപ. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ 1600 രൂപ എന്ത് ചെയ്തു, ഓൾഡ് ഏജ് പെൻഷനായിട്ട് 100 പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. 100 പേർക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം 100 ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ഇവരുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരിത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നത് നമുക്കറിയാം.
ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഈ 100-ൽ 50 പേരും ഇത് ഹെൽത്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 50% ആൾക്കാർ അല്ലെങ്കിൽ 50 പേരും ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അടുത്തൊരു 20% ആൾക്കാർ അവരത് ആൽക്കഹോൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത സേ ഫോർ എക്സാമ്പിൾ ഒരു 30% ആൾക്കാർ, ഓക്കെ, അടുത്ത ഒരു 30% ആൾക്കാർ അവരത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരത് സ്പെൻഡ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഡാറ്റ കിട്ടി ഈ 100 ആൾക്കാർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ 1600 രൂപ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 50%-ലധികം ആൾക്കാർ ഹെൽത്തിനും അതുപോലെ തന്നെ 30% ആൾക്കാർ ഫുഡിനും. അപ്പോൾ 80% ആൾക്കാരും ഈ കിട്ടുന്ന 1600 രൂപ എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോളിസി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ അതേസമയം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സിനാരിയോ ജസ്റ്റ് മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് 2000 രൂപ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഓരോ മാസവും 2000 രൂപ വീതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെ തീരുമാനിച്ചു. 2000 രൂപ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 100 കുട്ടികൾക്കാണ് അല്ലെങ്കിൽ 100 ആൾക്കാർക്കാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ 2000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നോക്കിയ സമയത്ത് ഈ 100-ൽ 50% ആൾക്കാരും ഈ ഫണ്ട് ഇല്ലീഗലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എടുക്കുകയാണ്. 50% ആൾക്കാരും ഡ്രഗ്സ് വാങ്ങിക്കുന്നതിന്, ആൽക്കഹോൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 50% ആൾക്കാരും ഉപയോഗിക്കുന്നത്. ബാക്കി ഒരു 30% ആൾക്കാർ ഡിജിറ്റൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു 20% ആൾക്കാരാണ് എന്തിനു വേണ്ടിയിട്ട്, പഠനം, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്, ഫെയിലിയർ ആണ് എന്ന് മനസ്സിലാക്കാം. കാരണം കൊടുക്കുന്ന 2000 രൂപയിൽ 80% ആൾക്കാരും ആ പണം ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ടുള്ള അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. 50% ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഹെൽത്തിന് ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ 30% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഗാംബ്ലിങ്ങിന്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലതും കാണാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ റമ്മി സർക്കിൾ, ഓക്കെ, അതുപോലെ തന്നെ മൈ 11, ഇങ്ങനെ ഡിഫറെൻറ്റ് പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗെയിമുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിലേക്ക് ഫണ്ട് പോകുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഈ സ്കീം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഏത് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളത് ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗവേണൻസിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് കറക്റ്റായിട്ട് എവിഡൻസ് ബേസ് ചെയ്തുകൊണ്ട് റിയൽ ടൈം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പോളിസികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ അടുത്തതാണ് എംപവർമെൻറ്റ്. ഓക്കെ, എംപവർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാക്തീകരണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ബൈ ഫീഡ്ബാക്ക് പോർട്ടൽ, അതുപോലെ തന്നെ ഗ്രീവൻസ് റിഡ്രസൽ. അപ്പം നമുക്ക് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സർവീസ് കിട്ടി. ഓക്കെ, എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നൊരു സർവീസ് കിട്ടി. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ റെയിൽവേയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ റെയിൽവേയിൽ അവിടെ എത്തിയ സമയത്ത് ഒന്ന് ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വരുന്നത്, രണ്ടാമത്തത് ഞാൻ അതിൻ്റെ കൂടെ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഫുഡിൻ്റെ ക്വാളിറ്റി മോശമാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്കിത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. ഓക്കെ, ആക്ഷൻ എടുക്കും എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും, എനിക്ക് കുറേ കൂടെ പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നും, അല്ലേ? ഒന്നെന്ത് ചെയ്യാം, എനിക്ക് മോശം ഫുഡ് തന്ന ആ ഒരു സപ്ലയർ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഡെലിവറി ആരാണോ ആ ഒരു കരാർ ഏറ്റെടുത്തത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കംപ്ലയിൻറ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു, അതിൻ്റെ പുവർ ക്വാളിറ്റി വിത്ത് എവിഡൻസ് ഞാൻ എന്ത് ചെയ്തു, പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ സിറ്റിസൺസിനും ദേ വിൽ ഫീൽ എംപവേർഡ്. അവർക്ക് കുറേ കൂടെ ശക്തിയുള്ളതായിട്ട്, അവർക്ക് കുറേ കൂടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നതായിട്ട്, പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതും എന്താണ്, നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഗവേണൻസ് വരുന്നതോട് കൂടിയിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഗവേണൻസിലേക്കുള്ള ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു മാറ്റം കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചേഞ്ചാണ്. അപ്പം സിമ്പിളായിട്ട് ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഈ ഗവേണൻസ് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ള രൂപത്തിൽ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, എല്ലാവരെയും വികസനത്തിൻ്റെ ഭാഗവാക്കാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് ബെറ്റർ പോളിസി മേക്കിംഗ്, കുറേ കൂടെ നല്ല രൂപത്തിൽ പോളിസികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ദേ വിൽ ഫീൽ എംപവേർഡ്. ഓക്കെ, ദേ വിൽ ഫീൽ എംപവേർഡ്. അവർ കുറേ കൂടെ ശക്തിയുള്ളതായിട്ട്, അവർക്ക് കുറേ കൂടെ പവർ ഉള്ളതായിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും.
ഓക്കെ. ദെൻ അടുത്തത് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇ ഗവേണൻസ് വരുന്ന സമയത്ത് ഏറ്റവും വലിയ നമ്മൾ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഗവേണൻസ് നമുക്ക് ബെറ്റർ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഗവേണൻസ് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ വി നീഡ് സം ചേഞ്ചസ്. ആ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്കുള്ള ചില ചാലഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പോയിന്റ്, ഡിജിറ്റൽ ഡിവൈഡ്. അതായത് ഡിജിറ്റൽ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റുന്നവനും പറ്റാത്തവനും തമ്മിലുള്ള ഒരു അന്തരം വരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഈ ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഉള്ളവനും ഇല്ലാത്തവനും ഒരു ഇക്വാലിറ്റി ഇല്ല. ഓക്കെ, എന്തിൻ്റെ കേസിൽ, ഈ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കേസിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരം വരുന്നുണ്ട്. അതിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. സോ ലാക്ക് ഓഫ് ഇൻ്റർനെറ്റ് ആക്സസ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. റൂറൽ ഏരിയയും അർബൻ ഏരിയയും നമ്മൾ നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയയിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5Gയുടെ പെനട്രേഷൻ ഇല്ല, അതുപോലെ തന്നെ ലാൻഡ് കണക്ഷൻസ് അത്രത്തോളം പെനട്രേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ ഫോണൊക്കെ വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി നമ്മളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ അതല്ല സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ ആൻഡ് അർബൻ ഡിവൈഡ്, അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ഈ പറയുന്ന ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ അവൈലബിൾ ആണ്, അർബൻ ഏരിയയിൽ ഇതൊന്നും അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അടുത്തതാണ് ലോ ഡിജിറ്റൽ ലിറ്ററസി, വിവര സാങ്കേതിക വിദ്യയിൽ ആവശ്യമായിട്ടുള്ള സാക്ഷരത ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും പല സർവീസസും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഓൺലൈനായിട്ട് എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് അറിവില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു അറിവ് വേണം. ചില കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കി അക്കോർഡിംഗ്ലി ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ സാക്ഷരത, വിവര സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം എനിക്ക് ആവശ്യമുണ്ട്. അതില്ലാതെ വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗവേണൻസ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർബൻ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് 5G ടെക്നോളജി, അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, ഇതെല്ലാം അവൈലബിൾ ആണ്. എന്നാൽ റൂറൽ ഏരിയയിൽ വരുമ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതെന്താണ്, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഗ്യാപ്പാണ്. അതാണ് പറയുന്നത് പുവർ കണക്ടിവിറ്റി. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് പവർ സപ്ലൈ. ഓക്കെ, 24/7 hours പവർ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ വൈഫൈ കട്ടാവും. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം, പവർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് സൈബർ സെക്യൂരിറ്റി ത്രെട്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ത്രെട്ടുകൾ വരുന്നുണ്ട്. അഥവാ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ഹാക്കിംഗ് വരുന്നുണ്ട്, ഫിഷിംഗ് വരുന്നുണ്ട്, ഓക്കെ, സ്പാമിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതിനും നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ചോർത്തിക്കൊണ്ട് പോകുന്നതിനും ഈവൻ നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഭയമാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബിക്കോസ് ഓഫ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആളുകളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് അവർക്കൊരു അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം അവർ എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ അവർ പറഞ്ഞത് വാട്സപ്പിൽ ഞാനിത് ഓപ്പൺ ആക്കി നോക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സ്പാം മെസ്സേജസ് വരുന്നുണ്ട്. മുമ്പെങ്ങാണ്ട് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് ആൾക്ക് ഒരുപാട് ഫണ്ട് അല്ലെങ്കിൽ എമൗണ്ട് അത്തരത്തിലുള്ള സ്പാം മെസ്സേജുകളിലൂടെ ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ഹാക്കിംഗ് അതുപോലെയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ തന്നെ ചിലപ്പം പല പേഴ്സണൽ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ തന്നെ പലപ്പോഴും എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാം മെസ്സേജസ്, ഫേക്ക് കോൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പലർക്കും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ത്രെട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സൈബർ സെക്യൂരിറ്റി ത്രെട്ട് ഓവർകം ചെയ്യാതെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റും എന്ത് ചെയ്യില്ല, നമ്മുടെ ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്യില്ല. ഓക്കെ, ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്യില്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും, ഏറ്റവും മുമ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ്. അതായത് നിങ്ങൾ അയക്കുന്ന സന്ദേശം മറ്റൊരാൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫായിട്ട് പല മെസ്സേജസും അയക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മെസ്സേജസ് അയക്കില്ല. അപ്പം
തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് ഇത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റൊരാളുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പുവരുത്താതെ ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, ഡിജിറ്റൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയതാണ് ഡാറ്റ ബ്രീച്ച്. ഡാറ്റ ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റാളുകളിലേക്ക് പോകുന്നത്, അതിനെയാണ് ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാക്കിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇതെല്ലാം ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹാക്കിങ്, ഇതൊക്കെ ഡിജിറ്റൽ ടെക്നോളജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഓക്കെ ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ സെക്യൂരിറ്റി, ഓക്കെ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ദർ വിൽ ബി ഇംപ്രൂവ്മെൻറ്റ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ യൂസിങ് ഡിജിറ്റൽ ടെക്നോളജീസ്. ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നതിന് നമുക്ക് സാധിക്കും. കൂടുതൽ ആളുകൾ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യും, കൂടുതൽ ആളുകൾ ഈ ഗവേണൻസ് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ്. ഈ ചാലഞ്ചസ് നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ഇമേജസ് ഞാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗവേണൻസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അപ്പം അതും ചോദ്യമായിട്ട് വരാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഹിൻഡേഴ്സ് ഓർ ഇൻഹിബിറ്റ് ദ അഡോപ്ഷൻ ഓഫ് ദി ഇ ഗവേണൻസ്? ഈ ഗവേണൻസ് അഡോപ്റ്റ് ചെയ്യുന്നതിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഈ രൂപത്തിലും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. മാറാൻ തയ്യാറല്ല. ആരെല്ലാം? ഒന്ന്, ജനങ്ങളും മാറാൻ തയ്യാറല്ല. രണ്ടാമത്തത് ഓക്കെ ഓഫീസേഴ്സും തയ്യാറല്ല. ഓക്കെ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെ തയ്യാറല്ല. അപ്പോൾ ഓഫീസേഴ്സ് ആണെങ്കിൽ അവർ പുതിയ പുതിയ ടെക്നോളജി പഠിക്കണം. ഓക്കെ, ആ പുതിയ ടെക്നോളജി പഠിച്ചിട്ട് അവരെന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു സാധനം പഠിക്കുക എന്ന് പറയുന്നത് ആർക്കും അത്ര വലിയ താല്പര്യമുള്ളതല്ല. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ ഈ ഒരു സിലബസ് മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗവേണൻസ് പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ആർക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, മാറ്റത്തിന് തയ്യാറാവുന്നില്ല. അവിടെ ഒരു ഇനേർഷ്യ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഇനേർഷ്യ. ഓക്കെ, ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം, അത് ഇനേർഷ്യനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ബോഡി എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഫ്രിക്ഷൻ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഒന്നെങ്കിൽ അത് അതിൻ്റെ ആ ചലനത്തിൽ എങ്ങനെയാണോ ചലിക്കുന്നത് അതേ ഒരു രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ചലിക്കാത്ത അവസ്ഥ, നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനേർഷ്യ ഉണ്ട്. ഏത് രൂപത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ രൂപത്തിൽ തന്നെ തുടർന്ന് പോകുന്നതിന് ഉള്ള ഒരു ടെൻഡൻസി. എങ്ങനെയാണോ കറണ്ട് ഓഫീസ് വർക്കുകൾ നടക്കുന്നത്, അത് ചിലപ്പം പെൻ ആൻഡ് പേപ്പർ ആയിരിക്കും, അതേ വർക്ക് അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ള താല്പര്യം. ഓക്കെ, പുതിയൊരു ടെക്നോളജി ഒക്കെ വന്നിട്ട് അതിനി മാറ്റം വന്ന് അതും കൂടെ പഠിച്ചെടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായ്മ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്യൂറോക്രാറ്റിക് ഇനേർഷ്യ. ബ്യൂറോക്രാറ്റ്സ് മാറാൻ തയ്യാറല്ല, അതാണ് ബ്യൂറോക്രാറ്റിക് ഇനേർഷ്യ എന്ന് പറയുന്നത്. അടുത്തതാണ് ലാക്ക് ഓഫ് ട്രെയിനിങ് എമംഗ് ദ സ്റ്റാഫ്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് സ്റ്റാഫിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനെയും കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, പഠിപ്പിക്കണം, അതിൽ ട്രെയിനിങ് കൊടുക്കണം. പലപ്പോഴും പല സോഫ്റ്റ്വെയറിലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സർക്കാർ ഓഫീസുകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെറിയ ഇഷ്യൂ ആയിരിക്കും, പക്ഷേ അത് അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സമയം എന്ത് ചെയ്യുന്നതായിരിക്കും, ലോസ് ആവും. എന്നാൽ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ നോളജ് അറിവുള്ള ഒരാളാണെങ്കിൽ അയാളത് പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഓരോ ആളുകൾക്കും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഇഷ്യൂ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, നേരിട്ട് ഫണ്ട് എന്ത് ചെയ്യാണ്, കർഷകരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനാണ് DBT എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഈ DBT എന്ന് പറയുന്നത് മറ്റ് ഡിഫറെൻറ്റ് സ്കീമുകളുടെ കൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആധാർ. ഓക്കെ, ആധാർ. അപ്പോൾ ആധാറിൽ നമ്മുടെ ബയോമെട്രിക്സ് ഉണ്ട്, നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഉണ്ട്, ഐറിസ് സ്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ എന്ന് പറയുന്നത് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. കാരണം തമ്പ് ഇംപ്രഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, റെറ്റിന അവർ ഐറിസ് സ്കാൻ വരുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ആളാരാന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആധാർ നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ആധാർ നമ്പറും അതുപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറും അതിൻ്റെ കൂടെ പെൻഷൻ സ്കീമും ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേരുന്ന സമയത്താണ്
കൃത്യമായിട്ട് പെൻഷൻ തെറ്റാതെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ആധാറിൽ വരുന്ന 60 ഇയേഴ്സ് പ്ലസ് ഏജ് വരുന്ന ആൾക്ക് ഗവൺമെൻറ്റിൻ്റെ 1600 രൂപ ഡിജിറ്റൽ അക്കൗണ്ട് വഴി നമുക്ക് അയക്കാൻ പറ്റുന്നു. അപ്പോൾ 3 കാര്യങ്ങളും പരസ്പരം ഇൻ്റർ ഓപ്പറബിലിറ്റി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. 3 ഡിപ്പാർട്ട്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, സംയുക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ആധാർ എന്ന് പറയുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAIയുടെ അണ്ടറിൽ വരുന്നതാണ്. DBT എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് സയൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ METയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, METയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, DBT വരുന്നത്. അതുപോലെ തന്നെ പെൻഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും എന്ത് ചെയ്യണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇൻ്റർ ഓപ്പറബിലിറ്റി വേണം. എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതിനെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അതൊരു ചാലഞ്ചാണ്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ദേവ, ഹിബ, ചിന്നു, ഓക്കെ, ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണെന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, യെസ്. ദെൻ അടുത്തതാണ് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം, ഡിജിറ്റൽ ടെക്നോളജീസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേണം, ക്ലൗഡ് സ്റ്റോറേജസ് വേണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് വാങ്ങണം. ഓക്കെ, യെസ്, ക്ലിയർ ആണ് ചിഹ്നം. ഓക്കെ, അപ്പം കൃത്യമായിട്ട് എന്ത് വേണം, ഡിജിറ്റൽ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം ഫണ്ട് കൊടുക്കണം. അതല്ലാതെ ഒബ്സൊല്യൂട്ട് ആയിട്ട് ഇപ്പോഴും നമ്മൾ പഴയ വിൻഡോസിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ, അതും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്കത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം വരുന്ന സമയത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഓഫീസേഴ്സിനും അല്ലെങ്കിൽ എംപ്ലോയീസിനും അത് ഉപയോഗിക്കണമെന്ന് തോന്നുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ അവരത് ഉപയോഗിക്കേണ്ട എന്നുള്ള രൂപത്തിലേക്ക് ചിന്തിക്കും. അപ്പം കൃത്യമായിട്ടുള്ള ഫണ്ട് കൊടുത്തുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അത്രത്തോളം ഫണ്ടില്ല, ഫണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതാണ് പറയുന്നത് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കാരണം ഡിജിറ്റൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഹൈ കോസ്റ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ കോസ്റ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ ടെക്നോളജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വരുന്നതാണ് ട്രസ്റ്റ് ആൻഡ് പ്രൈവസി കൺസേൺ. അപ്പോൾ നമ്മുടെയൊക്കെ ആധാർ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 8 കോടിയിലധികം ഇന്ത്യക്കാരുടെ ആധാർ കംപ്ലീറ്റ്ലി 8 കോടി. ചില റിപ്പോർട്ട് പറയുന്നത് എല്ലാവരുടെയും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കോടി ജനങ്ങളുടെയും ആധാർ ഇൻഫർമേഷൻസ് മുഴുവൻ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തുള്ള അത്രയും ഡാറ്റ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻസും സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻഫർമേഷൻ കൊടുക്കില്ല. അത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കുക. സാധാരണ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളുടെ അടുത്ത് നമ്മൾ രഹസ്യം പറയരുതെന്ന്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ബി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ചില സീക്രട്ട് പറഞ്ഞു. പക്ഷേ ബി എന്ന് പറയുന്ന ആൾ അതെന്ത് ചെയ്തു, എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യില്ല, ബിയുടെ അടുത്ത് ഒരു രഹസ്യവും പറയില്ല. എല്ലാം സീക്രട്ടായിട്ട് തന്നെ വെക്കും, ഒന്നും ഷെയർ ചെയ്യില്ല. അപ്പോൾ അവിടെ എന്താണ് ട്രസ്റ്റ് ആൻഡ് പ്രൈവസി കൺസേൺ. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അത് പുറത്തുള്ള ആളോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇനി എ ബിയെ വിശ്വസിക്കില്ല, ട്രസ്റ്റ് ചെയ്യില്ല. കാരണം ഇയാളുടെ പ്രൈവസി അല്ലെങ്കിൽ അതെന്ത് ചെയ്തു, വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഇതേ കൺസേൺ തന്നെയാണ് ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ട്രേഡിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഫൈനാൻഷ്യൽ ഇടപാടുകൾ, ഇതൊന്നും പുറത്തൊരാൾ അറിയുകയോ അല്ലെങ്കിൽ പുറത്തൊരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തൊരാൾക്ക് ഹാക്ക് ചെയ്യാനോ പറ്റില്ല എന്ന് വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ വിശ്വസിക്കില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ചിട്ടാണ്. ആദ്യം ചില സ്കീമുകൾ പെരിഫറലായിട്ട് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ എക്സാമിനേഷന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്കീമുകൾ കുറേ കൂടെ ഡെപ്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇതുവരെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, അതായത് ഡിജിറ്റൽ ടെക്നോളജി ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ കീ വേർഡ്സ് ആയിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേടി തോന്നാൻ പാടില്ല. ഇതൊക്കെ ഈ ഓരോ ടേംസും അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും അങ്ങനെ തന്നെ പറഞ്ഞത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്
കവർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം വരുന്നത് ഓക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമുകളാണ്. അതിൽ ആദ്യം വരുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. ഇപ്പോൾ 2014 ആദ്യമായിട്ട് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് അവർ കൊണ്ടുവന്ന അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു, മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഡിജിറ്റൽ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി അതായത് വിവര സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനം നോളജ് അത് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ 2015 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ആധാർ എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആധാർ. സോ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ആധാറിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം ആധാർ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ നമ്പറാണ്. ഓക്കെ, ആധാർ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ നമ്പറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ ആൽഫ ന്യൂമറിക്കൽ എന്നൊക്കെ തരാം. ഓക്കെ, ആൽഫ ന്യൂമറിക്കൽ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാൻ കാർഡ് നോക്കുകയാണെങ്കിൽ പാൻ കാർഡ് ഒരു ആൽഫ ന്യൂമറിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ FAPPS 0448C ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് സാധാരണ. യെസ് ചിന്നു ഗിവ് ദി റൈറ്റ് ആൻസർ. യെസ് സിന്ധു, അമൃത, ബിയാസ്. ഓക്കെ 12 വരുന്നത്. ഓക്കെ യെസ് ഹിബ. 12 അക്കങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പം പാൻ കാർഡിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നുണ്ട്? ആൽഫബറ്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ആൽഫബറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പം ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ വരുന്നതിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ നമ്പറാണ്. അതിൽ നമ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ആധാർ കാർഡ് എടുത്ത് നോക്കുക. ആധാർ കാർഡ് എടുത്ത് നോക്കുന്ന സമയത്ത് 1 2 3 4 പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 4 എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 4 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 4 ലെറ്റേഴ്സ് മീൻസ് 4 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റിയ നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ അതെന്താണ്? 12 ഡിജിറ്റ് ന്യൂമറിക്കൽ നമ്പറാണ്. ഓക്കെ, ന്യൂമറിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ കോഡാണ്. ഇപ്പോൾ ഈ ന്യൂമറിക്കലിന് പകരം ഇവിടെ ആൽഫ ന്യൂമറിക്കൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ഒരു ന്യൂമറിക്കൽ കോഡാണ്. അതിൽ ആൽഫ നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല, അക്കങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. then അടുത്തതാണ് ഉമംഗ് ആപ്പ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഗവൺമെൻറ് ഒരുപാട് സർവീസസിനെ ഒരുമിച്ച് ഒരു ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത് ഉമംഗ് ആപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെസ്ലയുടെ CEO ആയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്ലയുടെ ഹെഡായിട്ടുള്ള സ്പേസ് എക്സിൻ്റെയും ടെസ്ലയുടെയും ഒക്കെ ഹെഡായിട്ടുള്ള നമ്മുടെ ഹു വാസ് ദി ഹെഡ്? എലോൺ മസ്ക്. ഓക്കെ യെസ്, എലോൺ മസ്ക്. ചില സമയത്ത് പെട്ടെന്ന് ചില ടേംസ് അല്ലെങ്കിൽ ചില ആളുകളുടെ പേര് റീകളക്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ എലോൺ മസ്കിന് ട്വിറ്റർ വാങ്ങിയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ആപ്പാക്കി കൺവേർട്ട് ചെയ്യണമെന്നും ഈ എക്സിലൂടെ എല്ലാ സർവീസസും അതായത് ഓൺലൈനായിട്ടുള്ള പർച്ചേസ്, ഓൺലൈനായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, ഓൺലൈനായിട്ടുള്ള മീറ്റിംഗ്, ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് യെസ് എലോൺ മസ്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സിനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു ആപ്പ്, അതാണ് ഇവിടുത്തെയും കൺസെപ്റ്റ് ഉമംഗ് ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. ഇതിൻ്റെ ഫുൾ ഫോം ചിലപ്പം ചോദിക്കാം, ഉമങ്ങിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, അത് ശ്രദ്ധിക്കുക. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്, അതാണ് ഉമങ്ങിൻ്റെ ഫുൾ ആ ഒരു നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഗവേണൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആപ്പ്, അതാണ് ഉമംഗ് ആപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിജി ലോക്കർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിന്, സംരക്ഷിച്ച് വെക്കുന്നതിന്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങളിൽ പലരും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഡിജി ലോക്കർ എന്ന് പറയുന്നത്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ്സ്, ആധാർ, ഇതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നിങ്ങളുടെ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഓൺ ദ വേ ഒരു പോലീസുകാരൻ കൈ കാണിച്ചിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിജി ലോക്കറിലുള്ള നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. ഡിജി ലോക്കറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് അത് ഷെയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അത് ഷെയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജി ലോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിജി ലോക്കറിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടേംസ് ഒന്ന് ഓർത്ത് വെക്കണം. ദെൻ അടുത്ത സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് മൈ ഗവ് പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് മൈ ഗവൺമെൻറ് പോർട്ടൽ എന്നുള്ള അർത്ഥത്തിലാണ് മൈ ഗവ് പോർട്ടൽ വരുന്നത്. ഓക്കെ, അത് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ഇൻ പോളിസി മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ
ജനങ്ങളുടെ ജനപങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സർവീസ് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗവ് അല്ലെങ്കിൽ മൈ ഗവ് ഈ ഒരു പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് കൊടുക്കാം. ഓക്കെ, കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അത് മൈ ഗവ് പോർട്ടലിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മൈ ഗവ് പോർട്ടലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസികളെ കുറിച്ചിട്ട് നിങ്ങളുടെ കൺസേൺസ് പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടെ സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മൈ ഗവ് പോർട്ടലിലൂടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ദെൻ അടുത്തതാണ് ഭീം ഓർ UPI. ഭീം അല്ലെങ്കിൽ UPI. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഗൂഗിൾ പേ, ഓക്കെ, ഫോൺ പേ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് UPI ID അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ടാണ്. UPI എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഭീം ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ ഒക്കെ പോലെ ഒരു ആപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ ആപ്പിൻ്റെ പേരാണ് ഭീം എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. UPIയുടെ ഫുൾ ഫോമും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അതാണ് UPI എന്ന് പറയുന്നത്. അതും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ദി ക്യാഷ്ലെസ് എക്കണോമി, ക്യാഷിന് പകരമായിട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UPI ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അടുത്തതാണ് CP ഗ്രാംസ് എന്ന് പറയുന്നത്. CP ഗ്രാംസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റമാണ്. സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം, അതിനെയാണ് CP ഗ്രാംസ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം, അതാണ് CP ഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും പൊതുവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് പറയാൻ പറ്റുന്നത്. ഓക്കെ, യെസ്, ഭീം ആപ്പ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഓക്കെ, ദെൻ മൈഗവ് പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ മൈഗവ് പോർട്ടലിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, താങ്ക് യു മൽബ്രോ. അപ്പം മൈഗവ് പോർട്ടലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും മൈഗവ് പോർട്ടലിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ കൊടുക്കാൻ പറ്റും. എന്നാൽ CP ഗ്രാംസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗ്രീവൻസ് റിഡ്രസലാണ്. GR ഫോർ ഗ്രീവൻസ് റിഡ്രസൽ, നിങ്ങളുടെ പരാതികൾ പറയുന്നതിനുള്ള സ്ഥലമാണ് CP ഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റമാണ്. അപ്പോൾ ഏതെങ്കിലും ഓഫീസറെ കുറിച്ചിട്ട്, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട്, ഏതെങ്കിലും സർവീസിനെ കുറിച്ചിട്ടുള്ള കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CP ഗ്രാംസിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് GST പോർട്ടൽ. ഓക്കെ, GST പോർട്ടൽ. അപ്പോൾ ഇവിടെ പറയുന്നത് GST ഓൺലൈനായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കംപ്ലയൻസ് എൻഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, GSTN പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർട്ടൽ, അത് ഓൺലൈൻ ടാക്സ് ഫയലിങ്ങിനും അതുപോലെ തന്നെ കംപ്ലയൻസിനും വേണ്ടിയിട്ടാണ്. ദെൻ പിന്നെ വരുന്നതാണ് കോർട്ട് മിഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോർട്ട് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ജുഡീഷ്യറിയിലുള്ള ഡിജിറ്റൽ ടെക്നോളജീസ്, ട്രാൻസാക്ഷൻസ്, അതിൻ്റെ അഡോപ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ഡിജിറ്റൈസേഷൻ ഓഫ് ദി ജുഡീഷ്യൽ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല സിനിമകളിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും ഡിജിറ്റലായിട്ട് വെർച്വൽ ആയിട്ടുള്ള വിറ്റ്നസ് സബ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റേപ്പ് വിക്ടിം ആണ് എന്നുണ്ടെങ്കിൽ അവർ കോടതിയുടെ മുമ്പിൽ ഹാജരാവണമെന്നില്ല, സൂം മീറ്റിങ്ങിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, കോടതിയുടെ മുമ്പിൽ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് വിക്ടിം പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ. അപ്പോൾ അതെന്താണ്, ടെക്നോളജിയുടെ അഡോപ്ഷനാണ്. ദെൻ പണ്ടൊക്കെ ഗവൺമെൻറ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജഡ്ജ് അവരെന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോ റിപ്പോർട്ടും എഴുതി ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അവരുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റൊക്കെ അവർ എഴുതി ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു, ഡിജിറ്റലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത് ഡിജിറ്റലായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫൈനലായിട്ടുള്ള സബ്മിഷനും അതുപോലെ തന്നെ റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. അപ്പോൾ ആ റിപ്പോർട്ട് എന്ത് ചെയ്യാം, റിയൽ ടൈം ആയിട്ട് ജനങ്ങളിലേക്കും പ്രസ്സിലേക്കും മീഡിയയിലേക്കും ഒക്കെ റിലീസ് ചെയ്യുന്നതിനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കോർട്ട് മിഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് അതെല്ലാം ഡിജിറ്റലാക്കിയിട്ട് മാറ്റുകയാണ്. ഇനിയിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു കോർട്ടിൽ നിന്ന് മറ്റൊരു കോർട്ടിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, സമാന സ്വഭാവമുള്ള കേസുകളൊക്കെ വിവിധ കോടതിയുടെ പരിഗണനയിലുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചിലപ്പം ഒന്നെങ്കിൽ ഒരു ഹയർ കോർട്ടിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അതായത് വിവിധ ഹൈക്കോർട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേസസ് ഉണ്ട്. ആ കേസസ് എല്ലാം സമാന സ്വഭാവമുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു, തമിഴ്നാട് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു, മഹാരാഷ്ട്ര ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. അപ്പോൾ എല്ലാം സമാന സ്വഭാവമുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യും, ഈ ഹൈക്കോടതിയിലുള്ള മുഴുവൻ കേസസും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സുപ്രീം കോടതിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ കേസ് മാത്രം അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ പോരാ, ഇതിൻ്റെ അതുവരെയുള്ള എവിഡൻസ്, ആർഗ്യുമെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ ഇതെല്ലാം ഡിജിറ്റൽ ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കോർട്ട് മിഷൻ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് സ്വയം ആൻഡ് ദീക്ഷ. സ്വയം ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. സ്വയം എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട്, അതായത് മോക്ക്, ഓക്കെ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓൺലൈൻ ആയിട്ടുള്ള പഠനം അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, മോക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, അതിൻ്റെ ഭാഗമാണ് സ്വയം പോർട്ടലും ദീക്ഷ പോർട്ടലും രണ്ടും എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. സ്വയം പോർട്ടൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ സ്കീമുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഡിഫറെൻറ്റ് ഫീൽഡ് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് പഠിച്ച് അതിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം, അതായത് ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ വാല്യൂ അഡീഷൻ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലൈനായിട്ട് അവിടെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ക്ലാസ്സുകൾ അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ യു ക്യാൻ ചെക്ക് സ്വയം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ദീക്ഷ വരുന്നത്. രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ്, ഓർത്ത് വെക്കണം. ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ചോദിക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് എല്ലാ സ്കീമുകളും ഒരു തവണ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കവർ ചെയ്യുന്നത്. ഇനി ഓരോ ഇൻഡിവിജ്വൽ സ്കീമുകളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരിട്ട് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് എമൗണ്ട് ജനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ്. ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, നേരിട്ട് ഫണ്ട് ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം, ഇറ്റ് എലിമിനേറ്റ്സ് ദ മിഡിൽ മാൻ, അതുപോലെ തന്നെ റെഡ്യൂസ് ദ ലീക്കേജസ്. ഓക്കെ, അനാവശ്യമായിട്ട്, അതായത് കുറേ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ദി സർവീസസ്, ടാർഗറ്റഡ് ഡെലിവറി. ഓക്കെ, കൃത്യമായിട്ട് ആരാണോ ബെനിഫിഷ്യറി അയാൾക്ക് തന്നെ ഫണ്ട് കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് DBT പോലെയുള്ള സ്കീമുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, DBT സ്കീമുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. DBT എന്ന് പറയുന്നത് ഒരു കോമൺ നെയിമാണ് കേട്ടോ. DBTയുടെ അണ്ടറിൽ അല്ലെങ്കിൽ DBT മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻഷൻ സ്കീമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ DBTയുടെ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ വരുന്നതായിരുന്നു കോവിൻ പ്ലാറ്റ്ഫോം. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വാക്സിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു കോവിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഡിജിറ്റൽ വാക്സിനേഷൻ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അന്നത്തെ ദിവസം എല്ലാവർക്കും വാക്സിനേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റലായിട്ട് വാക്സിൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ബുക്ക് ചെയ്ത് വാക്സിൻ എൻഷ്യൂർ ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള ആൾക്കാർ മാത്രം അന്നത്തെ ദിവസം പോയിട്ട് വാക്സിൻ എടുക്കാം. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നയാൾ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു കോവിൻ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇതിനടുത്തതാണ് ആധാർ ഇനാബിൾഡ് പേയ്മെൻറ്റ് ലൈക്ക് PDS സിസ്റ്റം എന്ന് പറയുന്നത്, AEPDS. ഓക്കെ, AEPDS. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ റേഷൻ കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിലപ്പോൾ തമ്പ് ഇംപ്രഷൻ വെക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നത് അവർ ചെക്ക് ചെയ്യുന്നത്, ഓക്കെ, ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്, ആധാർ ഇനാബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതാണ് AEPDS എന്ന് പറയുന്നത്. അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് കേർബ് ദ ഗോസ്റ്റ് ബെനിഫിഷ്യറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ബെനിഫിഷ്യറീസ് ഉണ്ടായിരിക്കും. ഇല്ലാത്ത ആളുകളുടെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പലപ്പോഴും റേഷൻ കാർഡ് ഉടമകൾ അല്ലെങ്കിൽ റേഷൻ ഷോപ്പ് ഉടമകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അരി മറച്ച് വെക്കാറുണ്ടായിരുന്നു. ഇന്ന ആൾ റേഷൻ അരി വാങ്ങിയിട്ടുണ്ട് എന്ന പേരിൽ എന്ത് ചെയ്യും, അത്രയും അരി മറച്ച് മാർക്കറ്റിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വെക്കും. സത്യത്തിൽ അങ്ങനെ ഒരു പേഴ്സൺ പോലും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകളെ, ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഗോസ്റ്റ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോസ്റ്റ് ബെനിഫിഷ്യറീസ്, ലീക്കേജസ് ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് ആധാർ ഇനാബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UPI ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, യൂണിഫൈഡ് പബ്ലിക് ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സാധാരണ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ആ ആപ്പിലേക്ക് മാത്രമായിരിക്കണം നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ പണം സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് GPay യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഫോൺ പേ അക്കൗണ്ടിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, മണി സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ GPay എന്നായിരിക്കും അയക്കുന്നത്, നിങ്ങളുടെ ഫോൺ പേയിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ
ഫോൺ പേയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് അത് വരുന്നത്. അപ്പോൾ അതിന് കാരണം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വർക്ക് ചെയ്യുന്ന യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് സിസ്റ്റംസും വർക്ക് ചെയ്യുന്നത്. എല്ലാം ഇതിലേക്ക് കണക്റ്റഡ് ആണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ കറൻ്റ്ലി ഫ്രാൻസ്, നേപ്പാൾ, UAE, ഭൂട്ടാൻ പോലെയുള്ള പല രാജ്യങ്ങളും ഈ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഈ പറയുന്ന UPI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ കേരള ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില സ്കീമുകൾ. ഞാൻ ഇതുവരെ പറഞ്ഞ സ്കീമുകൾ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടാവും? പ്രോപ്പറായിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതോ മനസ്സിലാവാത്തതോ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നതാണ് ഈ സേവനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആദ്യം വരുന്ന ഒരു സ്കീമാണ്. ഓക്കെ, ചിന്നു യെസ് ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, ബിയാസ് ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ് സിന്ധു ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പം ഈ സേവനം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസാണ്. ഓക്കെ, യെസ് ഹിബ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പോൾ ഈ സേവനം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് എ സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് ഗവൺമെൻറ് സർവീസസ് ഓൺലൈൻ. തീർച്ചയായിട്ടും ചിന്നു ഇത്രയും സ്കീംസ് പോരാ, ഇനിയും സ്കീംസ് നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് ഇത് കണ്ടില്ലേ, ഓരോ സ്കീംസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കും. നേരത്തെ ഞാൻ നാഷണൽ ഇ ഗവേണൻസ് അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്, അപ്പം ഡീറ്റെയിൽ ആയിട്ട് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് ഡിജിറ്റൽ ഇന്ത്യ, നേരത്തെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് സിമ്പിളായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2015 ലോഞ്ച് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത് എപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പില്ലേഴ്സായിട്ട് വരുന്നുണ്ട്, ഏകദേശം 9ഓളം പില്ലേഴ്സ് വരുന്നുണ്ട്. അത് ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സ്കീമിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പില്ലേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പില്ലേഴ്സ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ ഇത് ഇനാബിൾ ചെയ്തുകൊണ്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് വരുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ആധാർ ഇനാബിൾഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കീമുകളെ കുറിച്ചിട്ടും നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു തവണയെങ്കിലും ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇത്രയും സ്കീമുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, യു നീഡ് മോർ സ്കീംസ്. അപ്പം ബേസിക് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമായിട്ടുള്ള സ്കീമുകളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കീമും പഠിച്ച് പോകണമെന്നല്ല, എല്ലാം കൂടെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ക്ലിയർ ചെയ്യാനും പറ്റില്ല. ഇതെല്ലാം കൂടെ പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ ഈ സേവനം, അപ്പം ഈ സേവനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോമാണ് ഫോർ ആക്സസിങ് ഗവൺമെൻറ് സർവീസസ് ഓൺലൈൻ. ഗവൺമെൻറ്റിൻ്റെ സർവീസുകളെ ഓൺലൈനായിട്ട് തന്നെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സേവനം എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സേവനം എന്ന് പറയുന്നത് ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് ഗവൺമെൻറ് സർവീസസ് ഓൺലൈൻ ആണ്. ഇംപ്ലിമെൻറ്റഡ് ഓർ ഇറ്റ് ഈസ് അണ്ടർ ദി കേരള ഗവൺമെൻറ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത്, ഇറ്റ് കവർ ലാൻഡ് റവന്യൂ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ്സ്, ലൈസൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സേവനം പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ സംബന്ധിച്ചിട്ടുള്ള നികുതി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ഓക്കെ, ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെഹിക്കിളിൻ്റെ ടാക്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അടയ്ക്കാം. യൂട്ടിലിറ്റി പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റുകൾ, വാട്ടർ ബില്ല് പേയ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ ലൈസൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ കട തുടങ്ങുന്നുണ്ട്, അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് വേണ്ടി വരും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത്, സിറ്റിസൺസ് ക്യാൻ ആക്സസ് ത്രൂ അക്ഷയ സെൻറ്റേഴ്സ് ഓർ ഓൺലൈൻ പോർട്ടൽസ്. അക്ഷയ സെൻറ്റേഴ്സോ ഓൺലൈൻ പോർട്ടൽസോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സേവനം സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സേവനം സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ഗവൺമെൻറ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനാണ്.
ബാക്കിയുള്ള സ്കീമുകളൊക്കെ പലപ്പോഴും നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ അണ്ടറിലാണ് വരാറുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ മെയ് 2006. ഇത് ലോഞ്ച് ചെയ്ത വർഷം കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. മെയ് 2006 എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡേറ്റ്. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കും, അതാണ് മെയ്റ്റി. ഓക്കെ, മെയ്റ്റി, ഡി മാറ്റിയിട്ട് എം ആക്കിയാൽ മതി. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് മെയ്റ്റി. അതിന് അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്, ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഓക്കെ, സോ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെ ചേർന്ന് നടപ്പാക്കുന്ന ഒരു ഇ ഗവേണൻസ് പ്രോജക്റ്റാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ലോഞ്ച് ചെയ്ത വർഷം അത് മെയ് 2006 ആണ്. രണ്ടാമത്തത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിലാദ്യം വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, രണ്ടാമത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം ആൻഡ് പബ്ലിക് ഗ്രീവൻസ്. ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ടാണ് ഈ ഒരു സ്കീം എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇറ്റ് ഇസ് കറൻ്റ്ലി മാനേജ്ഡ് അണ്ടർ മെയ്റ്റി. ഈ മെയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞത്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് മെയ്റ്റി. അടുത്തത് ഇറ്റ്സ് എയിം വാസ് ടു പ്രൊവൈഡ് എഫിഷ്യൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് സിറ്റിസൺ സെൻട്രിക് ഗവേണൻസ് ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷനാണ്. ഓക്കെ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, അതിൻ്റെ വിഷൻ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദ വിഷൻ ഇസ് to make all government services accessible to the common man in his locality through common service delivery outlets and ensure efficiency, transparency and reliability of such services at affordable cost. അഫോർഡബിൾ കോസ്റ്റിൽ ജനങ്ങൾക്ക് അവരുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഗവൺമെൻറ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ വിഷൻ. ഓക്കെ, ഇത്രയും ലെങ്തി ആയതുകൊണ്ട് തന്നെ ഈ വിഷൻ ഒന്നും ചോദിക്കില്ല. ഓക്കെ, പക്ഷേ സിമ്പിളായിട്ട് ഈ സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള രൂപത്തിലേക്കൊക്കെ ചോദിക്കാം. അപ്പം ഈ ഒരു വിഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറേ കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഒന്നാമത്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസ് ജനങ്ങൾക്ക് അവരുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ആക്സസിബിൾ ആകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സോ ദർ ഇസ് കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്സ് ആൻഡ് എൻഷുറിങ് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നൗ ഗവൺമെൻറ് തന്നെ പറയുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് ചോദിക്കാം. ഓക്കെ, വിച്ച് among the following are the objectives of the national ഇ ഗവേണൻസ് പ്ലാൻ. എന്നിട്ട് ചിലപ്പോൾ 4-5 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നേക്കാം. എന്നിട്ട് അതിനുള്ള സെലക്ട് ദ കറക്റ്റ് ആൻസർ എന്നുള്ള രൂപത്തിൽ 1 2 3 2 3 4 അല്ലെങ്കിൽ 1 3 4 എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഓപ്ഷൻസ് തരാം. അപ്പോൾ അവിടെയും പ്രത്യേകം മനസ്സിലാക്കണം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആദ്യം വരുന്നത് ഇംപ്രൂവ് സർവീസ് ഡെലിവറി. സർവീസ് ഡെലിവറി എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത് എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് എന്താണ് എന്നത് വീണ്ടും പറയാത്തത്. ഇതൊക്കെ നാഷണൽ ഇ ഗവേണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഇതിനടുത്തതാണ് പ്രൊമോട്ട് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ. ജനങ്ങളുടെ പങ്കാളിത്തം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മെച്ചപ്പെടുത്താൻ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ പ്രാതിനിധ്യം അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുന്നതായിരിക്കും. ഇറ്റ് റെഡ്യൂസസ് കറപ്ഷൻ. അതായത് ഡിജിറ്റൽ ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറപ്ഷൻസ് കുറയും. ഓക്കെ, ഡിജിറ്റൽ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കറപ്ഷൻ കുറയും. ഇതെപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ അത് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇതിനടുത്തത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ഡിജിറ്റൽ ഇന്ത്യ ആസ് എ കീ കമ്പോണൻറ്റ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു കീ കമ്പോണൻ്റായിട്ട് പിന്നീട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വരുന്നത് 2006 ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ വരുന്നത് 2015 അപ്പം ഡിജിറ്റൽ ഇന്ത്യ മിഷൻ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ ഇതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ പിന്നീട് ഡിജിറ്റൽ ഇന്ത്യ ആക്കിയിട്ട് പേര് മാറ്റുകയാണ് ചെയ്തത്.
ഓക്കെ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ്റെ പുതിയ, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതായത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് UPA ഗവൺമെൻറ് ആയിരുന്നു, കോൺഗ്രസ് ലെഡ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ BJP ഗവൺമെൻറ് വന്ന സമയത്ത് അവർ പുതിയ സ്കീമായിട്ട് എന്ത് ചെയ്തു, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഡിജിറ്റൽ ഇന്ത്യ സ്കീം 2015 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ആസ് ഗവൺമെൻറ് തന്നെ പറയുന്ന പോലെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു പവർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ടു പവർ ടു എംപവർ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ശാക്തീകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യ സ്കീം കൊണ്ടുവരുന്നത്. അപ്പം ഡിജിറ്റൽ ഇന്ത്യ ഇസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ഓൺ 1st July 2015 ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ലോഞ്ച് ചെയ്ത വർഷം ഓർത്ത് വയ്ക്കുക, 2015 ജൂലൈ 1 നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത് 2006 ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വിഷൻ ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻടു എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി. ഇന്ത്യയെ ഒരു വിവര സാങ്കേതിക വിദ്യയുടെ ഹെഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിജിറ്റലി എംപവേർഡ്, അതായത് ഡിജിറ്റൽ വിദ്യാഭ്യാസമുള്ള, വിവര സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ള ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പില്ലേഴ്സ്, അതിലാദ്യം വരുന്നതാണ് ബ്രോഡ്ബാൻഡ് ഹൈവേസ്. ഈ പില്ലേഴ്സ് പഠിച്ചു വെക്കണേ, നിർബന്ധമാണ്. പില്ലേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടലായിട്ട് 9ഓളം പില്ലേഴ്സ് വരുന്നുണ്ട്, അത് ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്തായിരുന്നു, ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ഓക്കെ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യക്ക് അത് പ്രധാനമായിട്ടും 9ഓളം പില്ലേഴ്സ് ആണ് വരുന്നത്. അതിലാദ്യം വരുന്ന പില്ലറാണ് ബ്രോഡ്ബാൻഡ് ഹൈവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നാഷൻ വൈഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നാഷൻ വൈഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഡിജിറ്റൽ ആയിട്ടുള്ള കണക്ടിവിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പഞ്ചായത്തുകളെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് K-Phone എന്ന് പറയുന്നത്. ഓക്കെ, കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് K-Phone. അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിനടുത്തത് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി. അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. എല്ലാവർക്കും മൊബൈൽ കണക്ടിവിറ്റി, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടാവണം. ഇതും ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ പില്ലേഴ്സിൽ ഒന്നാണ്, യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്, ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് ആക്സസ് ഇൻ റിമോട്ട് ഏരിയ. യെസ്, ചിന്നു K-Phone. ഓക്കെ, അപ്പം മൊബൈൽ ആക്സസ് എല്ലാവർക്കും എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ഹൈവേസ് ബിൽഡ് ചെയ്യുക, ഇതൊക്കെ എന്താണ്, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ പില്ലേഴ്സാണ്. അടുത്തത് പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ വരുന്നതാണ് പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ, ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് സ്പേസസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ റെയിൽവേ, ഓക്കെ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് കിട്ടും. ഓക്കെ, സോ ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് കോമൺ സർവീസ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആസ് മൾട്ടി സർവീസ് ഹബ്ബ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡിജിറ്റൽ ടെക്നോളജിയിൽ അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സർവീസസ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വേണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് നമ്മുടെ അക്ഷയ സെൻറ്റേഴ്സ് പോലെ കോമൺ സർവീസ് സെൻറ്റേഴ്സാണ്. രണ്ടാമത്തത് പോസ്റ്റ് ഓഫീസിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസുകളെ ഒരു മൾട്ടി സർവീസ് ഹബ്ബാക്കിയിട്ട് മാറ്റുക. ഈ ഗവേണൻസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ട്, ഡിജിറ്റൽ എക്കണോമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. ദെൻ അടുത്തതാണ് ഇ ഗവേണൻസ്, റീഫോമിംഗ് ഗവൺമെൻറ് ത്രൂ ടെക്നോളജി, പേപ്പർലെസ് ഗവേണൻസ് ആൻഡ് ഓൺലൈൻ സർവീസസ്. അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നതും എന്താണ്, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇ ഗവേണൻസ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു പില്ലറാണ്. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ ഒരു പില്ലറാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ വരുന്നതാണ് ഇ ക്രാന്തി. പല പ്രാവശ്യം പല തവണയായിട്ട് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇ ക്രാന്തി. ഇ ക്രാന്തി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് ഗവൺമെൻറ് സർവീസസ് ആണ്. ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് ദി ഗവൺമെൻറ് സർവീസസ്. ഗവൺമെൻറ് സർവീസസ് ഇലക്ട്രോണിക് ആയിട്ട്, ഡിജിറ്റൽ ആയിട്ട് തന്നെ ജനങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതിനെയാണ് ഇ ക്രാന്തി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് ഇ ക്രാന്തി എന്ന് പറയുന്നത്. ഇത് പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം.
അടുത്തതാണ് ഇൻഫർമേഷൻ ടു ഓൾ. എല്ലാവർക്കും എന്ത് വേണം? അറിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിനക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഗവർണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പല കാര്യങ്ങളിലേക്കും ഇടപെടുന്നുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പല കാര്യങ്ങളും ഗവൺമെൻറ് തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സാധാരണ ആവശ്യപ്പെടാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെയാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ഫോണുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണം. അതല്ലാതെ യു എസിൽ ബിൽഡ് ചെയ്ത അല്ലെങ്കിൽ ദുബായിലൂടെ ഒക്കെ വരുന്ന ഐഫോണുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് 40-50% ടാക്സ് കൊടുത്തിട്ടായിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ ഇന്ത്യയുടെ പ്രൈസും യു എയിലെ പ്രൈസും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹ്യൂജ് ഡിഫറൻസിന് കാരണം എന്താണ്? ഒന്നാമത്തേത് ടാക്സ് ആണ്. രണ്ടാമത്തേത് മാനുഫാക്ചറിങ് നടക്കുന്നത് മറ്റൊരു രാജ്യത്താണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെന്തുണ്ടായിരിക്കും? ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് വരും. പക്ഷേ ഇപ്പോൾ സിനാരിയോ ഒക്കെ മാറിയിട്ടുണ്ട്. ഐഫോൺ ആയാലും സാംസങ് ആയാലും ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിനാരിയോ ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം ട്രംപ് തന്നെ പുതിയ അദ്ദേഹത്തിൻ്റെ താരിഫ് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു ഏകദേശം 6-16 ഫ്ലൈറ്റിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഐഫോൺസ് ഇവിടുന്ന് യു എസിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് കേസാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ആവശ്യമുണ്ട്, ലാപ്ടോപ്പ് ആവശ്യമുണ്ട്, മോഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കണക്ടിവിറ്റി വയേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഏത്? ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൂസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് റെഡ്യൂസ് ദി ഇമ്പോർട്ട്സ്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇമ്പോർട്ട്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു മെഷറായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിനടുത്തതാണ് IT ഫോർ ജോബ്സ്. അതായത് IT സെക്ടറിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ സ്കിൽ ട്രെയിനിങ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഇൻ IT സ്ട്രക്ചർ ഓർ ലൈക്ക് IT സെക്ടർ. അവിടെ കൂടുതലായിട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് ആളുകൾക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയ്മെൻറ്റ്, അവരുടെ ജോലി സാധ്യതകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയ ടെക്നോളജീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡീപ് സീക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി വരുന്നുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഡാറ്റ മൈനിങ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ നൂതനമായിട്ടുള്ള അറിവുകൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ IT എന്ന് പറയുന്നത് ജോബ് ക്രിയേഷനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കണം. അടുത്തതാണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഹാസ് ആൻ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമെട്രിക് അറ്റൻഡൻസ്, അതുപോലെ തന്നെ വൈഫൈ ഇൻ യൂണിവേഴ്സിറ്റീസ്, ഇതൊക്കെ ഏർലി ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേമാണ്. പെട്ടെന്ന് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ സ്കീമുകളെയും എല്ലാ മാറ്റങ്ങളെയും ഒരുമിച്ച് വരുന്ന ഒരു ടേമാണ് ഏർലി ഹാർവസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും നമ്മൾ പറയാറില്ലേ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ്, ഏറ്റവും താഴെ നിൽക്കുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് മാറ്റം സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാത്തിനെയും കൂടെ പൊതുവെ പറയുന്നതാണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബയോമെട്രിക് അറ്റൻഡൻസ്, അതുപോലെ തന്നെ വൈഫൈ ഇൻ യൂണിവേഴ്സിറ്റീസ്. കാരണം വൈഫൈ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒരുപാട് സ്റ്റുഡൻസിന് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്തത് കീ ഇനീഷ്യേറ്റീവ്സ് അണ്ടർ ദി ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ഇനീഷ്യേറ്റീവ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കീ ഇനീഷ്യേറ്റീവ്സ് അണ്ടർ ദി ഡിജിറ്റൽ ഇന്ത്യ. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ആധാർ ബയോമെട്രിക് ബേസ്ഡ് യുണീക്ക് ID. അതായത് ആധാർ ബേസ്ഡ് ആയിട്ട് നമുക്കൊരു യുണീക്ക് ID ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നത്? തരുന്നത്. അടുത്തതാണ് ഭാരത് നെറ്റ്. അപ്പോൾ ഭാരത് നെറ്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ K-Phone പോലെ തന്നെ വരുന്ന ഒരു പ്രൊജക്റ്റ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ് ഭാരത് നെറ്റ് എന്ന് പറയുന്നത്. അവിടെ ഫോക്കസ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ്സ് ടു ദ പഞ്ചായത്താണ്. ഓരോ പഞ്ചായത്തുകളിലേക്കും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഭാരത് നെറ്റ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ഡിജി ലോക്കർ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡിജി ലോക്കർ. അപ്പം ഡിജി ലോക്കറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് സ്റ്റോറേജ് ചെയ്യുന്നതിനുള്ള ക്ലൗഡ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ ലോക്കർ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഇ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻസ്, അതുപോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് നിന്നുള്ള ഒപ്പീനിയൻസ്, ഇതൊക്കെ ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നു. അതാണ് ഓൺലൈൻ ഹെൽത്ത് സർവീസസ്. അപ്പം ഈ ഹോസ്പിറ്റൽ വരുന്നതും ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ അണ്ടറിലാണ്. അടുത്തതാണ് ഇ നാം പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇ നാം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അതാണ് ഇ നാം എന്ന് പറയുന്നത്, നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അതായത് ഇപ്പോൾ ഫാർമേഴ്സിന് റിയൽ ടൈം ആയിട്ട് ക്രോപ്സിൻ്റെ വില അറിയുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ക്രോപ്പ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഫെർട്ടിലൈസേഴ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, സീഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അപ്പം ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇ നാം അല്ലെങ്കിൽ നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതും ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിനടുത്തതാണ് PM വാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ യൂണിവേഴ്സിറ്റികളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ആയിട്ടുള്ള വൈഫൈ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രീ സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ദ കീ ഇനീഷ്യേറ്റീവ്സ് അണ്ടർ ദി ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കീ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴേക്ക്, ഓക്കെ, ഓൾറെഡി നമുക്കുള്ളത് 6 ഇനി 8ാമതായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ UPI ആഡ് ചെയ്യണം. ഓക്കെ, UPI ആഡ് ചെയ്തു. പക്ഷേ UPI എവിടെ വരുന്നില്ല, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ അണ്ടറിലുള്ള ഈ ഒരു കീ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കവേർഡായിട്ട് വരുന്നില്ല. ഇത്രയും 6 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്ന സമയത്ത് ഇതിലില്ലാത്തൊരു കാര്യം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് PSCക്ക് എളുപ്പമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കീ ഇനീഷ്യേറ്റീവ്സ് ഒന്ന് നോക്കി പഠിച്ചു വെക്കണം. ഓക്കെ, പ്രോപ്പറായിട്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്, കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് ദ ഡൗട്ട്സ്. ഓക്കെ, സോ ജസ്റ്റ് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് വി വിൽ ബി ഹാവിങ് ദ ക്ലാസ്സസ് ഇൻ ദി അപ്കമിങ് ഡേയ്സ്. ഓക്കെ, വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് കുറേ സ്കീമുകളൊന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി കിട്ടും. ഓക്കെ, യെസ് അഞ്ജു, ചിന്നു, സിന്ധു, പ്രണവ്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, യെസ്, ദാറ്റ്സ് ഗുഡ്. അപ്പം ബാക്കി കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ അപ്കമിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ ഹിബ, താങ്ക് യു. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 5 ക്ലാസ്സുകളും കൂടെ വേണം. ഓക്കെ, ഒരു 5 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇ ഗവേണൻസ് ഒരു മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ്, അപ്പോൾ 10 മാർക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 ക്ലാസ് എങ്കിലും വേണം. ഇപ്പോൾ ആക്ച്വലി നമുക്ക് കഴിഞ്ഞത് 2 ക്ലാസ്സുകളാണ്. ഓക്കെ, ആദ്യത്തെ 2 ക്ലാസ്സുകളാണ് ഞാൻ 2 പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ ഇനി ഒരു 3 ക്ലാസ്സുകളെങ്കിലും എന്ത് വേണം, ഇ ഗവേണൻസും നമുക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണം. 7 ഇന്ന് രാത്രി 7 മണിക്ക് കറൻ്റ്ലി ക്ലാസ് ഉണ്ട്. ഓക്കെ, കറൻ്റ്ലി ക്ലാസ് ഉണ്ട്. കാരണം കേരള എക്കണോമി കൂടെ നമുക്ക് എന്ത് വേണം, ക്ലാസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. യെസ് പ്രണവ്, യൂട്യൂബിൽ ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇൻ കേസ് അങ്ങനെ സാധിക്കാത്തൊരു സിനാരിയോ വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയിൽ കറൻ്റ്ലി ക്ലാസ് ഉണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ അത് എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ ഇതിൽ ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട്. ഓക്കെ, യാ, താങ്ക് യു എവരി വൺ, താങ്ക് യു സോ മച്ച്.